ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മഞ്ഞളിലെ മായം എങ്ങനെ കണ്ടെത്താം എന്ന ഒരു വീഡിയോ ഇതിനായി ആവശ്യമുള്ളത് 2 ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഏത് മഞ്ഞൾപ്പൊടിയാണോ നമുക്ക് സംശയം അതെടുത്ത് ചേർക്കുക. ഇതിൽ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിയ ഓർഗാനിക് സ്റ്റോറിലെ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തതിൽ ഞാൻ ചെന്നൈയിൽ ഉപയോഗിക്കുന്ന ഒരു മഞ്ഞൾപ്പൊടി, എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം അല്ലെങ്കിൽ ടീസ്പൂൺ വീതം ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഇളക്കുക. ഒന്നാമത്തേത് നാട്ടിൽ നിന്ന് വാങ്ങിയ ഓർഗാനിക് മഞ്ഞൾപ്പൊടിയാണ്. അതിൽ FSSAIയുടെ മുദ്രയൊന്നുമില്ല. ഇത് ഒരു കമ്പനിയുടെ മഞ്ഞൾപ്പൊടിയാണ്. ഇവിടെ ചെന്നൈയിലൊക്കെ കിട്ടുന്ന ഒന്നാണ്. നോക്കിക്കോളൂ, ഇങ്ങനെ ഇളക്കിയ ശേഷം ഇത് സെറ്റിൽ ചെയ്യുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വാട്ടർ ടെസ്റ്റ് എന്ന് പറയും. ഇത് നമ്മുടെ FSSAI എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം പറയുന്ന ടെസ്റ്റാണ്. കോമൺ ആയിട്ടുള്ള പീപ്പിൾ അവർക്ക് മനസ്സിലാക്കാൻ, പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണിത്, മായം ഉണ്ടോ ഇല്ലയോ എന്ന്. കാരണം ഈ മഞ്ഞൾപ്പൊടിയിൽ പലതരത്തിലുള്ള ഡൈകൾ, പോയിസണസ് ആയിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന തരം പദാർത്ഥങ്ങൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ലെഡ് ക്രോമേറ്റ്. ലെഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വളരെ നമ്മുടെ കിഡ്നിയും ലങ്സൊക്കെ അടിച്ചു പോകും, ഡാമേജ് ആയി പോകും. ലെഡ് ക്രോമേറ്റ്, അതുപോലെ പിഗ്മെൻറ്റ്സ് നിറയെ ചേർക്കുന്നുണ്ട്. അതുപോലെ സിന്തറ്റിക് ഡൈസായ മെറ്റാലിൻ യെല്ലോ, സുഡാൻ റെഡ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമാണ്. നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ വരില്ല എന്ന് കരുതിയാണ്. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന അവസ്ഥയാകും. ഇത് കഴിച്ചാൽ ക്യാൻസർ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ആദ്യത്തെ ഇതിൽ മഞ്ഞൾ കുറച്ച് താഴെ കിടപ്പുണ്ട്, മേളിലും കുറേ കിടക്കുന്നുണ്ട്. കളർ നോക്കൂ, വളരെ ഡീപ്പായ യെല്ലോ കളറ്. ഞാൻ പറഞ്ഞു, മഞ്ഞളിൽ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുർക്കുമിൻ വെള്ളത്തിൽ അലിയില്ല, സ്വല്പം വേണമെങ്കിൽ അലിഞ്ഞാലായി. ഇവിടെ നോക്കൂ, ഇത് നന്നായി മഞ്ഞ കളർ വരുന്നു. അതിനർത്ഥം ഇതിൽ ഡൈ ഉണ്ട്. ഇങ്ങനെയുള്ള മഞ്ഞൾ ഉപയോഗിച്ചാൽ അസുഖം ഉറപ്പാണ്. അടുത്തത് നോക്കൂ, അത് ഏകദേശം അതേ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അളവിനത്ര കളറ് തോന്നുന്നില്ല, അല്ലേ? ശരിയായ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിലിട്ടാൽ വളരെ ലൈറ്റായിട്ടേ വെള്ളത്തിന് കളറ് വരാൻ പാടുള്ളൂ. അതോടൊപ്പം അതിൽ അടിയിലായിരിക്കും കൂടുതലും അതിൻ്റെ പാർട്ടിക്കിൾസ്. സോ ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ മഞ്ഞൾപ്പൊടി, ഓർഗാനിക് സ്റ്റോറിലെ മഞ്ഞൾപ്പൊടിയാണ് കൂടുതൽ മായം കലർന്നത് നമ്മളുടെ പാക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും. അപ്പോൾ ഇത് സിമ്പിളായൊരു ടെസ്റ്റാണ്, നിങ്ങളും ചെയ്തു നോക്കുക. ഇതിന് നമ്മളിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്ത് കൺസ്യൂമർ കോർട്ടിൽ പോയി ഇതൊക്കെ ചെയ്ത് വരാൻ ഒത്തിരി സമയമാകും, അല്ലേ? ഇതിൻ്റെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കിട്ടാനൊക്കെ അറിയാം. പക്ഷെ അതിൽ നല്ലത് ദുഷ്ടനെ കണ്ടാൽ ദൂരെ വിലകുക എന്ന് പറയുന്ന പോലെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു ബ്രാൻഡ് വാങ്ങി ഇതുപോലെ മായം കലർന്നെന്ന് തോന്നിയെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ വേറെ നല്ല ബ്രാൻഡ് തപ്പി കണ്ടുപിടിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മഞ്ഞൾ പൊടിച്ച് ഉപയോഗിക്കാമെന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? പക്ഷെ അങ്ങനെയുള്ള കേസിൽ നമുക്ക് രക്ഷയില്ല കേട്ടോ. അതാ ഞാൻ അതിൻ്റെ ഒരു ടെസ്റ്റ് കാണിച്ചു തരാം. ഇത് റോ മഞ്ഞൾ, അതായത് റോ ആയ മഞ്ഞൾ പീസ്. ഇതൊന്ന് നാട്ടിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന പച്ചമഞ്ഞൾ, ഉണങ്ങിപ്പോയി. ഇത് ഇവിടെ നിന്ന് വാങ്ങിയ ഒരു പച്ചമഞ്ഞൾ. ഇതും ഇതേപോലെ ഇതേ കണക്കിന് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. നോക്കിക്കോളൂ, നോക്കിയേ, ആദ്യത്തെ ആൾ ഞാൻ പറഞ്ഞു ഇവിടെ ചെന്നൈയിൽ നിന്ന് വാങ്ങിയ മഞ്ഞളാണ്. ആ വെള്ളത്തിന് ഇപ്പോൾ തന്നെ കളർ വന്നു തുടങ്ങി. പ്യുവറായ പച്ചമഞ്ഞളാണെങ്കിൽ ഇട്ട ഉടനെ വെള്ളത്തിന് ഒരിക്കലും ഈ കളർ വരില്ല. ഇതിൽ ഡൈ ഉള്ളതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. ഇവിടെ നോക്കൂ, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമഞ്ഞളാണ്, അതായത് വീട്ടിൽ നിന്ന് തൊടിയിൽ നിന്ന് കുഴിച്ചെടുത്ത പച്ചമഞ്ഞൾ. ഇതിൽ ലെവലേശം കളർ വന്നിട്ടില്ല. അപ്പോൾ തന്നെ ഇതിൽ നിന്ന് ഇതാണ് ഒറിജിനൽ, ഇത് മായം ചേർന്നതാണ്, അഡൾട്രേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ എൻ്റെ തമിഴ് വ്യൂവേഴ്സിനായി തമിഴിലൊന്ന് പറഞ്ഞോട്ടെ. நண்பர்களே, என்னோட தமிழ் அந்த அளவுக்கு உங்களுக்கு கரெக்டாக படாது. அதனால தான் நான் எப்போவுமே தமிழ் வீடியோஸ் ஜாஸ்தியாக பண்ணாமல் இருக்கும். மஞ்சள் நீங்கள் எப்போவுமே யூஸ் பண்ணுற ஒரு பொருள். மஞ்சள் நீங்கள் அது உடம்புல தேய்ச்சி யூஸ் பண்ணுவாங்க, உங்களோட குழம்புலெல்லாம் ஆட் பண்ணி யூஸ் பண்ணுவாங்க. தினமும் யூஸ் பண்ணுறதுனால இதுக்குள்ளே ஏதாச்சும் கலப்பணம் இருக்கான்னு தெரியறதுக்கு தான் இந்த டெஸ்ட்டு. இப்போ நீங்கள் வீட்டிலே பண்ணி பார்க்கலாம். இதை மாதிரி மஞ்சள் தூள் இல்லாட்டி அந்த ரோ மஞ்சளுக்குள்ளே தண்ணி ஊற்றி കളർ വന്നിരിച്ചുനാ അത് യൂസ് பண்ணக்கூடாது. കളർ ഇല്ലേനാ നിങ്ങൾ കണ്ടിപ്പാ യൂസ് பண்ணலாம். സോ ഇതൊരു സിമ്പിൾ ടെസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ മലയാളം വ്യൂവേഴ്സിനായി പറയുന്നു.
ഇതുപോലുള്ള ടെസ്റ്റുകൾ വളരെയധികം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ചീപ്പായിട്ട്. ഒന്നും കെമിക്കൽസോ വേറെ ആസിഡോ ബേസോ ഒന്നും ആവശ്യമില്ല. ലാബ് ടെസ്റ്റിൽ ഇതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ മഞ്ഞളിനകത്ത് ചോക്ക് പൊടി അല്ലെങ്കിൽ മരപ്പൊടി ഇതൊക്കെ ഇടുന്നത് സ്വാഭാവികമാണ്. മഞ്ഞളിൻ്റെ വോളിയം കൂട്ടാനും മറ്റും യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത.